ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് UAE പ്രസിഡന്റ് നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. ആക്രമണം അവസാനിപ്പിക്കാനല്ല, മറിച്ച് ശക്തമാക്കാനാണ് ഇറാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖലയ്ക്ക് ഒന്നാകെ ഇറാൻ ഭീഷണിയാണെന്നും ഗർഗാഷ് പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന വേൾഡ് പോളിസി കോൺഫറൻസിലായിരുന്നു UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷിന്റെ പ്രതികരണം. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ആക്രമണത്തിന് ആഴ്ചകൾക്ക് മുൻപ് മന്ത്രി ലാന നുസൈബ ഇറാൻ സന്ദർശിച്ചിരുന്നു. ഊഷ്മളമായ വരവേൽപ്പിനും ചർച്ചയ്ക്കും ശേഷമാണ് ഇറാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. മുൻ സെക്യൂരിറ്റി ചീഫുമായി UAE പ്രസിഡന്റ് സംസാരിച്ചിരുന്നതായും അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. ഏറ്റവും വിജയകരമായ ചർച്ചയ്ക്ക് ശേഷമാണ് ഇറാൻ മേഖല ആക്രമിച്ചത്. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ തീവ്രമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു. ഇറാന്റെ മുഖംമൂടി അഴിഞ്ഞു വീണെന്നും എക്കാലത്തേക്കുമുള്ള ഭീഷണിയാണ് ഇറാനെന്ന് ഗൾഫ് മേഖല തിരിച്ചറിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. This will also affect Iran's position and posture in the region. It has now become very clear to the region, to the United Arab Emirates and other countries, that Iran is the long-term threat. And I think you have to define between relations and trust and confidence. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ ഒരു നിലയ്ക്കും തയ്യാറായില്ല. ഇറാനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പതിറ്റാണ്ടുകളെടുത്താൽ മാത്രമേ ഇനി അത് ഊട്ടിയുറപ്പിക്കാനാവുകയുള്ളൂവെന്നും അൻവർ ഗർഗാഷ് പറഞ്ഞു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.